കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ആകാശ് കടയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ധർമ്മനും രാമേട്ടനും ഉണ്ടായിരുന്നു. ആകാശിനെ കണ്ടു കഴിഞ്ഞപ്പോ ധർമ്മൻ ചോദിച്ചു, ആഹാ രാവിലെ തന്നെ എത്തിയോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, രാവിലെ തന്നെ എത്തി മാമാന്ന് പറയാ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ, ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, എന്ത് ട്രിപ്പ്, അല്ല 2 ദിവസം ട്രെയിനിങ്ങിനായിട്ട് പോയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയതല്ലേന്ന് ചോദിക്കും. ഇത് പറഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു, അത് ശരിയാ, കൊച്ചിയിലൊക്കെ ഒന്ന് പോയി അടിച്ചു പൊളിക്കാൻ കിട്ടിയ സമയമില്ലായിരുന്നു ചോദിക്കും. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, പറയുമ്പോ ഈസിയാ, പക്ഷെ ജോലി കഴിഞ്ഞിട്ട് സമയമില്ലായിരുന്നു പറയാ. അതെന്താ അത്രയ്ക്കുണ്ടായിരുന്നു ട്രെയിനിങ് എന്ന് ചോദിക്കാം. ട്രെയിനിങ് അല്ല, എന്റെ കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയാണ്. നിന്റെ കാര്യമോ, നീ വെറുതെ കൂട്ടിരിക്കാൻ വേണ്ടി പോയതല്ലേന്ന് ചോദിക്കും. കൂട്ടിരിക്കാന് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. മീനാക്ഷിയുടെ ട്രെയിനിങ് ആദ്യത്തെ ദിവസം വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു, 4:30 വരെയൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കില് എനിക്ക് ചെന്നപ്പോ തൊട്ട് തുടങ്ങിയ പണി ആദ്യത്തെ ദിവസം ഒരു 10 മണി കഴിയുന്നോളം വരെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന എന്റെ മാമ ഭേദം എന്ന് പറയണം. എന്താടാ ആകാശെ, എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. പിന്നീട് ബാലൻ കൊടുത്ത പണിയെക്കുറിച്ചെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു, എന്നാലും ഇവനിത് എന്തിന്റെ കേടാ ഈ ബാലന്, ഇവനെന്നാ ഇത്തിരി പോലും ബോധമില്ലേന്ന് ചോദിക്കാം. ആകാശ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, 2ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോ എനിക്ക് വേറെ ഗത്യന്തരം ഇല്ലാതെ വന്നു. പിന്നീട് ഞാൻ 1-2 പൈസയൊന്നും കൊടുത്തില്ല. അത് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. 1-2 വാങ്ങിയില്ല. അതിന്റെ പേര് രാവിലെ നല്ല ചീത്ത കേട്ടാ ഞാൻ പോന്നിരിക്കുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചീത്ത പറഞ്ഞു പറയാം. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അല്ലെങ്കിലും അളിയൻ ഇങ്ങനെയാ, ആരൊക്കെ നിൽക്കുന്ന ഒരു നോട്ടമില്ല, അളിയൻ പറയുന്ന എല്ലാം നമ്മളും കൂടെ അനുസരിച്ചോണെന്ന് പറയണം. രാമേട്ടൻ പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടന്ന കൈയാട്ടോ, എല്ലാവരുടെ മുന്നിൽ വെച്ച. കാരണം മുമ്പെന്നൊക്കെ പറഞ്ഞ ചെറിയ കുട്ടികളല്ലേ, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഭാര്യമാരുണ്ട്. അപ്പൊ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അധിക്ഷേപിക്കാന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോഴും ബാലന്റെ വിചാരം നിങ്ങൾ കൊച്ചു കുട്ടികളാന്നാ. ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു, അത് ശരി തന്നെയാ, അളിയനോട് എത്ര പറഞ്ഞാലും അളിയന് മനസ്സിലാവില്ലെന്ന് പറയാം. അതേസമയം ആകാശ് പറഞ്ഞു, 2 ദിവസം അങ്ങനെ കുളവായി കിട്ടും. പാവം മീനു ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുന്നേട്ടാ ഞാനും കൂടെ പോന്നേന്ന് പറയാണ്. രാവിലത്തെ വഴക്കും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പം അവൾക്ക് ആകെപ്പാടെ സങ്കടമായെന്ന് പറയാം. ധർമ്മ പറഞ്ഞു, എങ്ങനെ സങ്കടപ്പെടായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയ കാര്യമാണോ. 2 ദിവസം സന്തോഷമായിട്ട് പോയിട്ട് വരാനായിട്ട് പോയ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള, ഓ എന്റെ ദൈവമേ, ഈ അളിയനെ കൊണ്ട് ഒരു പൊറുതിയില്ലല്ലോ എന്നൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് ബാലനും അങ്ങോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ധർമ്മം പറഞ്ഞു, ദേ വരുന്നുണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് രാമേട്ടൻ ഒരു ജോലി ചെയ്യാൻ തുടങ്ങി. ധർമ്മനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകാശം അങ്ങോട്ടേക്ക് നിൽക്കുകയാണ്. ഈ സമയം ബാലനും കൂടെ വന്ന് നോക്കി, അടിപൊളിയൊന്ന് നോക്കി. അല്ല, കടയിൽ വന്നിട്ട് നീ വെറുതെ നിപ്പ അല്ലേന്ന് ആകാശിനോട് ചോദിക്കണം. ആകാശം ഒന്നും മിണ്ടിയില്ല. പോയ വഴിക്കൊന്നും അവന് എന്തേലും ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, അവന് ചെയ്യാൻ ഭയങ്കര മടിയാ. ചുമ്മാ ബീച്ചിലും പാർക്കിലും പോയി ചുറ്റി അടിച്ചിട്ട് ഇങ്ങോട്ട് പോരും. എന്നിട്ടോ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അവനും മടിയാ. വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അതെ രാവിലെ ആകാശ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മീനാക്ഷിയും കൊണ്ട് വീട്ടിലേക്ക് വന്നില്ലേ, അതിനുശേഷം നേരെ കടയിലേക്ക് പോകുന്നില്ലേ, പിന്നെ എന്തിനാ അളിയാ ഇങ്ങനെ കിടന്ന് പറയണമെന്ന് ചോദിക്കും. ദേ നീ ഒരക്ഷരം മിണ്ടിപ്പോരുത്, നീയൊക്കെ കൂടി അതിനെല്ലാം വളം വെച്ച് കൊടുക്കണേന്ന് പറയാം. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എന്ത് വളം വെച്ച് കൊടുത്തെന്ന് അളിയെ പറയണേ, അവൻ എന്താണെങ്കിലും കടയിലേക്ക് വന്ന് ജോലി ചെയ്യാൻ വന്നതല്ലേ, പിന്നെ ഇനി അവനെ ചീത്ത പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. കടയിൽ ജോലി ചെയ്യാൻ വന്നു പോലും ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ആരോടെ ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് ബീച്ചിലും പാർക്കിലും പോയി നടന്നിട്ട് വന്ന് നിൽക്കുന്ന ഇപ്പം ഉണ്ടോ. ഞാനൊക്കെ എന്താ ചെയ്തതെന്നറിയാവോ, ഒരു കല്യാണത്തിന് ദൂര സ്ഥലത്തേക്ക് പോയാൽ പോലും അവിടുന്ന് ഓർഡർ എടുക്കാൻ നോക്കും. അവിടെയൊക്കെ നല്ല കടകളുണ്ടോ കാര്യങ്ങളുണ്ടോ, അവിടുത്തെ റേറ്റും കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. വരുമ്പം ആ പോയതിനേക്കാളും ഇരട്ടി പൈസയ്ക്കായിരിക്കും ജോലി ചെയ്തിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഏത് വഴി പോയാലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇവൻ പക്ഷെ കാണിക്കുന്ന എന്താ, കിട്ടിയ സമയം ബീച്ചിലും പാർക്കിലും പോയി തീർത്തെന്ന് പറയാം. രാമേട്ടൻ പറഞ്ഞു, എന്റെ ബാല, നിന്റെ കാലമാണോ ഇപ്പം, നീ അന്ന് പണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ പറയുന്ന അനുസരിച്ച് ഇപ്പോഴും ഉമ്മാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ നിന്റെ ഭാഗ്യം, അല്ലെ കാണായിരുന്നു പറയണം. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അതെ രാമേണ്ണൻ ഇതൊക്കെ പറയാന്ന് പറയാം, എന്റെ കുട്ടികൾക്ക് അറിയാം ഞാൻ പറയുന്ന അവരുടെ നല്ലതിന് വേണ്ടിട്ടാണ്. അതെ പറയുന്നതിനൊക്കെ ഒരു മര്യാദയൊക്കെ ഉണ്ട് ബാല എന്നൊക്കെ പറയണം. ഈ സമയം ആകാശ് പെട്ടെന്ന് അപ്പുറം മാറി അവിടെ പോയി ഡെലിവറി കൊടുക്കാനുള്ളൊരു ബോക്സ് എടുക്കുകയാണ്. എന്നിട്ട് ധർമ്മനോട് പറഞ്ഞു, അതെ ഞാൻ കൊണ്ടുപോയി ഡെലിവറി കൊടുത്തിട്ട് വരാന്ന് പറയണം. ധർമ്മനോടത്ത്, ഓ അവൻ രക്ഷപ്പെട്ടു. ആകാശ് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ധർമ്മൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. പെട്ടെന്ന് ബാലൻ ചോദിച്ചു, നിനക്കൊരു പണിയില്ല ധർമ്മാന്ന് ചോദിക്കുക. ഉണ്ടളിയാ പണിയാ, പിന്നെ നീ അവിടെ എന്താ എടുത്തോണ്ടിരിക്കണേ. അല്ല അത് പിന്നെ ഞാന്
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കടയിൽ വന്ന് വെറുതെ കുത്തിയിരിക്കാനാണെങ്കിൽ അത് നടക്കില്ല കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ധർമ്മ പറഞ്ഞു, പണിയായിരുന്നു, രാവിലെ വന്ന് ഞാൻ കട തുറന്നല്ലേ എന്നൊക്കെ ചോദിക്കണം. ഇവിടെ നിന്നിട്ട് ഇനിയും ഭ്രാന്ത് പിടിക്കും, ഇതിനേക്കാളും ഭേദം വല്ല ഗോഡൌണിലേക്കും പോന്ന എന്ന് കരുതിയിട്ട് സാധനങ്ങൾ കയറ്റി വെച്ചിട്ട് ഗോഡൌണിലേക്ക് അങ്ങോട്ട് പോവാണ്. ആ സമയം രാമേട്ടൻ പറഞ്ഞു, ബാല ഒരു കാര്യം ഞാൻ പറയാം, ഇനി കുട്ടികളെ നീ ഇങ്ങനെ മെരുക്കിയെടുക്കാണ്ട് നോക്കരുത്, അവരുടേതായ രീതിക്ക് വിട്. അവർ ഒന്നും വല്ലേലും കല്യാണം കഴിച്ച അവർക്കെല്ലാം ഭാര്യമാരൊക്കെ ആയതല്ലേ, പിന്നെ നീ എന്തിനാ അവരുടെ കാര്യത്തിൽ കയറി ഇത്ര ഇടപെടുന്നേ? നീ പോകുന്ന വഴിക്കിൽ അവർക്ക് ജോലി കൊടുത്തു വിടേണ്ട വല്ല കാര്യമുണ്ടോന്ന് ചോദിക്കും. രാമേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചാലോ, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുള്ളൂ എന്ന് പറയാ. എന്ത് കാര്യങ്ങൾ? ഒരു കാര്യങ്ങളും ബോധ്യപ്പെടാനില്ല, അവരെ എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രാമേട്ടൻ ബാലിനെ ചീത്ത പറയണം. ഈ സമയത്ത് മീനാക്ഷിയും മിത്രയും ഗോമതിയും കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീദേവി വരുന്നത്. ശ്രീദേവിനെ കണ്ടത് പെട്ടെന്ന് മൂന്നുപേര് സംസാരം നിർത്തി. കാരണം അറിയാം, ഇനിയിപ്പോ എന്തേലും പറയുന്ന കേട്ട് അത് നേരെ ബാലേട്ടന് മുന്നിൽ കൊണ്ടേ ഓതി കൊടുക്കുന്നുള്ള കാര്യം ഗോമതിക്ക് അറിയാം. ഗോമതി പെട്ടെന്ന് സംസാരം നിർത്തി ഇങ്ങനെ ഗോമതി നോക്കുവാണ്. അപ്പോഴേക്കും ശ്രീദേവി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. ഈ സമയം മീനാക്ഷി പറഞ്ഞു, കണ്ടില്ലേ വന്നിട്ട് പോയ പോക്ക് കണ്ടില്ലേ, നമ്മൾ എന്തേലും പറയുന്നുണ്ടോന്നും വന്നാന്ന് തോന്നേ, വന്നിട്ട് പോയത് കണ്ടില്ലേ, ഇനി എന്തേലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപടി തന്നെ പോയി അച്ഛന് ചെവി കൊണ്ടേ ഓതി കൊടുക്കാനാന്ന് പറയണം. ഇത് കേട്ടപ്പം കോമതി പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. പിന്നീട് മിത്ര അകത്തേക്ക് കയറിപ്പോയി. മിത്ര അകത്തേക്ക് പോയിട്ട് ആര്യം വാങ്ങിച്ചു കൊടുത്ത് ചുരിദാറൊക്കെ എടുത്തിടുവാണ്. എന്നിട്ട് ഭംഗി നോക്കി, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പെട്ടെന്ന് മിത്രയുടെ മനസ്സിൽ കൂടെ ആര്യം പറഞ്ഞ വാക്കുകളായിരുന്നു ഓർമ്മ വന്നേ. വലിയ വിലയുടെ ഒന്നും അല്ല, നീ ഇടുന്നത്ര വലിയ പൈസയൊന്നും ഇല്ലേ ചുരിദാറിന്, പക്ഷെ എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചാൽ ഞാൻ വാങ്ങിച്ചാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. തനിക്ക് വേണ്ടിയിട്ട് ഇത്ര വാങ്ങിച്ചോണ്ട് തന്നല്ലോ. അങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഭംഗി നോക്കണം, നല്ല ഭംഗിയുണ്ട് ഇതിട്ടിട്ട് കാണാനായിട്ട്. പിന്നീട് അടുക്കളയിലേക്ക് വരുവാണ്. ഈ സമയത്ത് മീനാക്ഷിക്കുള്ള ഫുഡ് എടുത്തോണ്ടിരിക്കുകയാണ് ഗോമതി. അങ്ങനെ ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ട്, അതെ ഉച്ചയ്ക്ക് മൊത്തം കഴിച്ചോണം കേട്ടോ എന്നൊക്കെ പറയണം. അതൊക്കെ ഞാൻ ഏറ്റമ്മേ, അമ്മയുടെ ചോറും കറിയല്ലേ, 2 ദിവസം മാറി നിന്നപ്പോഴും അതിന്റെ വിലയൊക്കെ മനസ്സിലാക്കണേ എന്നൊക്കെ പറയണം. അങ്ങനെ ഫുഡൊക്കെ വായന വെച്ച് നിൽക്കുന്ന സമയത്ത് മിത്ര അങ്ങോട്ടേക്ക് വന്നു. മിത്ര വന്നിട്ട് ഇങ്ങനെ അവർ രണ്ടുപേരും മാറി മാറി നോക്കി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ ഒരുമാതിരി ഒരു നിപ്പും നോട്ടം ഭാവം കാണിക്കണം, ഷോൾഡർ എടുത്ത് വീശുന്നു, ഭയങ്കര പരിപാടി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി വെച്ചു, അല്ല നീ എന്താ ഇങ്ങനെ തന്നെ വല്ല ഡാൻസ് കളിക്കുന്നേ, വല്ല ഡാൻസ് പ്രാക്ടീസ് ഉണ്ടോ നിനക്കെന്ന് ചോദിക്കണം. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, ഡാൻസ് പ്രാക്ടീസ് ഒന്നും ഇല്ല. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, എന്തേലും ഉണ്ടെന്ന് പറയണോട്ടെ മിത്രേ, ഇനിയിപ്പോൾ ബാലേട്ടനോട് പറയാനേട്ടാ, ഇല്ലെങ്കിൽ നിന്റെ അതും കൂടെ ആ ഡാൻസ് പ്രാക്ടീസും കൂടെ മുടക്കുമെന്ന് പറയണം. ഇതേട്ടാ മിത്ര നീ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെ എന്താന്ന് ചോദിക്കും. പെട്ടെന്ന് മിത്ര മീനാക്ഷിയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ മീനാക്ഷി ചേച്ചിയുടെ സാരി നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറയണം. ആണോ, പക്ഷെ എനിക്ക് എത്ര വലിയ ഭംഗിയൊന്നും തോന്നില്ലെന്ന് പറയണം. പിന്നീട് ഗോമതി പറഞ്ഞു, അപ്പച്ചിയുടെ സാരി അടിപൊളിയാന്ന് പറയണം. നീ ഈ സാരി എടുത്ത് കണ്ടിട്ടില്ലേന്ന് ചോദിക്കും. ഇല്ല ഞാൻ കണ്ടിട്ടില്ല, എത്രയോ വട്ടം കൂടി എടുത്തേക്കുന്നു. അപ്പൊ നീ എന്നെ നോക്കാറൊന്നും ഇല്ലേന്ന് ചോദിക്കണം. അത് ഞാൻ പിന്നെ ശ്രദ്ധിക്കാറില്ലാത്തോണ്ടായിരിക്കും എന്ന് പറയണം. ഈ സമയം മീനാക്ഷി മിത്രനെ നോക്കുവാണ്, എന്തോ ഒരു കാര്യമുണ്ട് അവൾക്ക്. പിന്നീട് മീനാക്ഷി വെച്ചു, എന്താ കിടന്ന് നാണം കൊടുക്കുന്നേ, എന്ത് കാര്യമുള്ള പറ എന്ന് പറയണം. എന്നെ കണ്ട് നിനക്കൊന്നും തോന്നില്ലെന്ന് ചോദിക്കാം. പെട്ടെന്ന് മീനാക്ഷി ഒന്ന് അടിപിടി നോക്കിയിട്ട് പറഞ്ഞു, എന്ത് തോന്നാൻ, പ്രത്യേകിച്ചൊന്നും തോന്നില്ലെന്ന് പറയണം. ഗോമതി പറഞ്ഞു, ഇങ്ങനെ വന്ന് മുന്നേ നിന്നിട്ട് എന്തെങ്കിലും തോന്നില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് മറുപടി പറയാനാന്ന് ചോദിക്കും. ഈ സമയം മിത്ര പറഞ്ഞു, അതെ എന്റെ ചുരിദാർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. കാരണം മിത്രയുടെ ചുരിദാർ നല്ലതെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് ഗോമതിയുടെ ഡ്രസ്സ് നല്ലതെന്നും മീനാക്ഷിയുടെ ഡ്രസ്സ് നല്ലതെന്നും പറഞ്ഞു. പക്ഷെ അവര് മിത്രയുടെ ഡ്രസ്സ് നല്ലതെന്ന് പറഞ്ഞില്ല. അവസാനം മിത്ര അറ്റ കൈക്ക് പറഞ്ഞു, എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി നോക്കി, ആഹാ കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയണം. ഗോമതി പറഞ്ഞു, ഓ ആനന്ദിന്റെ കല്യാണത്തിന് സമയത്ത് എടുത്ത ഡ്രസ്സാണെന്ന് ചോദിക്കും. അല്ലാന്ന് പറയും. പിന്നെയോ, ഇന്നലെ വാങ്ങിയതെന്ന് പറയാം. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നീ ഷോപ്പിങ്ങിനും പോയാലും ചോദിക്കും. ഞാൻ അറിഞ്ഞില്ലോ എന്ന് പറയണം. ഇത് കേട്ടോ മിത്ര പറഞ്ഞു, അതെ ഞാൻ ഷോപ്പിങ്ങിന് പോയി വാങ്ങിയതല്ല. പിന്നെയോ, അത് പിന്നെ ആര്യം വാങ്ങിയതാന്ന് പറയണം. ഒരു നിമിഷം മീനാക്ഷിയും ഗോമതി ഞെട്ടിപ്പോയി. ആര്യം വാങ്ങിയതോ? അതെ, ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടും ഗോമതി പറഞ്ഞു, എന്തൊക്കെയായിരുന്നു നേരത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, ഞാൻ എന്തോ വലിയ മഹാ അപരാധം ചെയ്തെന്നും പറഞ്ഞോണ്ടായിരുന്നു. ഇപ്പൊ ചുരിദാർ വരെ മേടിച്ചു തരാൻ തുടങ്ങിയല്ലെന്ന് ചോദിക്കാം. മീനാക്ഷി ഇവിടെ നോക്കമേ നോക്ക്, നമ്മളെല്ലാം രണ്ടുപേരും കൂടെ പറ്റിച്ചോണ്ടിരിക്കുക, രണ്ടുപേരും ചക്കര ഇടയാൻ പോലെ ഇരുന്നിട്ട് നമുക്കിട്ട് പണി തന്നോണ്ടിരിക്കുവാന്ന് പറയണം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം. അങ്ങനെയൊന്നും ഇല്ല, മനസ്സിലായി, പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ, അത് പറഞ്ഞപ്പോഴ അങ്ങനെ പറയാണ്. ഈ സമയം ശ്രീദേവി കൊണ്ട് തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രീദേവി വന്നപ്പോഴത്തേനും പെട്ടെന്ന് അവര് സംസാരം നിർത്തി. ഈ സമയം ശ്രീദേവി പറഞ്ഞു, മുമ്പേ ഞാൻ വന്നപ്പോൾ നിങ്ങൾ സംസാരം നിർത്തി, ഇപ്പോഴെന്താ ഞാൻ വന്നപ്പോൾ പെട്ടെന്ന് സംസാരം നിർത്തിയെന്ന് ചോദിക്കാം.
നിങ്ങൾ എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. മീനാക്ഷി പറഞ്ഞു, അതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും. അതിപ്പം ശ്രീദേവി ചേച്ചിയോട് പറയാൻ പറ്റുമോ? അമ്മ പറഞ്ഞു പറയണ്ടാന്ന് എന്ന് പറയാണ്. ഞാനോ? ഗോമതി ഞെട്ടിപ്പോയി. പിന്നെ അമ്മയല്ലേ പറഞ്ഞേ മതി നിർത്ത്, ശ്രീദേവി വരുന്നുണ്ടെന്ന് പറഞ്ഞേ. ഗോമതിക്കിട്ടൊരു പണി കൊടുക്കണം. ഗോമതി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇവര് വെറുതെ പറഞ്ഞാന്ന് പറയാണ്. ഈ സമയം മീനാക്ഷി പറഞ്ഞല്ല, ശ്രീദേവി ചേച്ചിയോട് പറയണ്ടാന്ന് പറഞ്ഞു. ശ്രീദേവി ചേച്ചി കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് അച്ഛന്റെ ചെവിയെ കൊണ്ട് എത്തിക്കൂലേ, അതുകൊണ്ട് പറയണ്ടാന്ന് പറഞ്ഞു പറയാം. ശ്രീദേവി ആകെപ്പാടെ നാണം കിട്ടി നിൽക്കുകയാണ്. എന്തേലും പറയാൻ പറ്റുമോ? ശ്രീദേവിനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗോമതി ചിരിക്കുകയാണ്. ഗോമതി മീനാക്ഷിയും ഇത്രയും കൂടെ ചിരിക്കുകയാണ്. പിന്നീട് ശ്രീദേവി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഫുഡും കൊണ്ട് പോവാം അമ്മയെന്ന് പറയണം. ഫുഡും കൊണ്ട് പോവാണോ? അതെ, അവർക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ്ടേ, അതിനുവേണ്ടി ഫുഡും കൊണ്ട് പോവാന്ന് പറയണം. അപ്പോഴാണ് പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അയ്യോ എനിക്ക് പോവാൻ സമയമായി, ഞാൻ ഇറങ്ങാൻ തുടങ്ങുമെന്ന് പറയണം. ഗോമതി പറഞ്ഞു, ശരി മോളെ, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്നോ. കണ്ടില്ലേ, ഇതിനെ കൂടി ഞാൻ മടുത്തു പോവുള്ളൂ. ഒരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പൊ ഡെയിലി ഇത് തന്നെ പരിപാടി, ഫുഡും കൊണ്ട് പോക്ക്. അവര് വന്ന് കഴിച്ചിട്ട് പോയിക്കോളൂല്ലേ, പിന്നെ ഈ ഫുഡും ചുമന്ന് പിടിച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോന്ന് വെക്കും. മിത്ര പറഞ്ഞു, അതിന് അപ്പച്ചി ദേഷ്യപ്പെട്ട് കാര്യമുണ്ടോ, അപ്പച്ചിക്ക് പറയാൻ മേലെ നിൽക്കും, പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണല്ലോ അവള് എന്ന് പറയണം. ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അമ്മേ അമ്മയല്ലേ ഇവിടുത്തെ കുടുംബനാഥ, അമ്മയ്ക്ക് പറഞ്ഞു കൂടെ നിൽക്കുക. പിന്നെ ഞാൻ പറഞ്ഞ എന്റെ വാക്കിന് വിലയുണ്ടോ? അമ്മയുടെ വാക്കിന് വില ഉണ്ടാകണം. അറിയാലോ, നമ്മൾ പറയുന്നിടത്ത് കാര്യങ്ങളൊക്കെ നിൽക്കണം. മരുമോളാണ് ശ്രീദേവി, അമ്മ പറയുന്നൊക്കെ അനുസരിക്കേണ്ടവളാണ്, അല്ലാതെ അമ്മേനെ കയറി ഭരിക്കേണ്ടവളല്ലെന്ന് പറയണം. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഗോമതിയുടെ മനസ്സിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്തുകൊണ്ട് വരുവാണ്. പിന്നീട് പറഞ്ഞു, അമ്മ പറയുന്നൊക്കെ അനുസരിച്ച് അവിടെ നിൽക്കണം, അല്ലാതെ അമ്മേനെ ഭരിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറയണം. ഇത് കേട്ട് ഇനിയിപ്പം മിത്ര പറഞ്ഞു, ശരിയാ അപ്പച്ചി, ശരിയായിട്ടുള്ള കാര്യം. ഇനി എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങ് പ്രതികരിച്ചോളാം. നാളെ മുതൽ ഫുഡും കൊണ്ട് പോകണ്ടെന്ന് പറയണം. കാര്യം ചോദിച്ചു കഴിയുമ്പോഴത്തേനും വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര തന്നെയുള്ളൂ. അല്ലാതെ അവരെ എല്ലാ കാര്യത്തിനും ഇടപെടുത്തിയിട്ടുണ്ടെങ്കിൽ അവസാനം അമ്മ വീടിന് പുറത്താവെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോട് ദേഷ്യപ്പെടുകയാണ്. മീനാക്ഷി പറഞ്ഞു, ഈ ദേഷ്യം ഞങ്ങളുടെ അടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല, അതെ അവളുടെ അടുത്ത് പോയി കാണിക്കാൻ പറയണം. അങ്ങനെ ഗോമതിയുടെ മനസ്സിനെ ഒരു വിധത്തിൽ പാകപ്പെടുത്തി എടുത്തോടെ. പിന്നീട് മീനാക്ഷി മിത്രയോട് പറഞ്ഞു, അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ചാഞ്ചാടം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നേ, മിക്കവാറും രണ്ടിലൊന്നും അറിയും. ഇനി അവളുടെ അടവ് അഭ്യാസമൊന്നും അമ്മയുടെ അടുത്ത് നടക്കില്ല എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, രണ്ടെണ്ണത്തിന് കുറവുണ്ടായിരുന്നു, അധികം വൈകാതെ ഉണ്ടോ, മിക്കവാറും ഞാനാളും കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.